ഹായ്, എല്ലാ കൂട്ടുകാർക്കും എക്സൽ ഓൺലൈൻ സൺഡേ സ്കൂളിലേക്ക് സ്വാഗതം. നമ്മളിന്ന് സൺഡേ സ്കൂളിൽ പഠിക്കാൻ പോവാണ്. കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ നമ്മൾ നല്ല പാട്ടുകളും പാഠങ്ങളും കഥകളും വാക്യങ്ങളും ഒക്കെ പഠിച്ചു. ഇത് നമ്മൾ ഒരു പുതിയ പാഠം പഠിക്കാൻ പോവാം. അപ്പോൾ നമ്മൾ പഠിക്കുന്നതിന് മുമ്പ് എന്താ ചെയ്യുന്നത്? നമ്മളെല്ലാവരും ഒരുമിച്ച് പ്രാർത്ഥിക്കും. അപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും കണ്ണടച്ചേ. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. കുഞ്ഞുങ്ങളുമായി ഒരുമിച്ച് അവിടുത്തെ പാദപീഠത്തിൽ അടുത്ത് വരുന്ന കർത്താവേ, ദൈവവചനം പഠിക്കുവാൻ ദൈവം ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ഈ പഠിക്കുന്ന വചനങ്ങളൊക്കെയും അനുഗ്രഹമാക്കി തീർക്കണമേ. പഠിപ്പിക്കുന്ന ഞങ്ങളെ ഓരോരുത്തരെയും ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ദൈവം സഹായിക്കണം, മാനിക്കണം, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ ഉറക്കെ പറഞ്ഞേ. എല്ലാവരും ഉറക്കെ ആമേൻ പറഞ്ഞേ. ആമേൻ. അപ്പം നമ്മൾ ഇന്നൊരു പുതിയ പാഠം പഠിക്കാൻ പോവാം. കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ നമ്മൾ യേശു കർത്താവിൻ്റെ അത്ഭുതങ്ങളെക്കുറിച്ചും യേശു കർത്താവ് രോഗികളെ സൗഖ്യമാക്കുന്നതൊക്കെ നമ്മൾ പഠിച്ചു. ഇന്ന് നമ്മൾ ഇടയ്ക്ക് ഒരു 2 ആഴ്ചയ്ക്ക് മുമ്പ് നമ്മൾ ഒരു യേശു കർത്താവ് മരിച്ചു പോയ ഒരാളെ ഉയർപ്പിക്കുന്നതായിട്ട് നമ്മൾ പഠിച്ചായിരുന്നല്ലേ. അപ്പോൾ മരിച്ചു പോയ ആൾക്കാരെ യേശു കർത്താവ് ഉയർപ്പിക്കുന്ന സംഭവങ്ങളും ദൈവവചനത്തിലുണ്ട്. അപ്പം ഇന്ന് നമ്മൾ അതുപോലുള്ള ഒരു പാഠമാണ് പഠിക്കാൻ പോകുന്നത്. ഇന്നത്തെ നമ്മുടെ പാഠത്തിലും യേശു കർത്താവ് മരിച്ചു പോയ ഒരു മോളെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നു. അപ്പം നമ്മുടെ പാഠത്തിൻ്റെ പേരിങ്ങനെയാണ്: യേശു മരിച്ചവരെ ഉയർപ്പിക്കുന്നു. യേശു മരിച്ചവരെ ഉയർപ്പിക്കുന്നു. അപ്പം ഇന്ന് നമ്മൾ പഠിക്കാൻ പോവാണ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന വേദഭാഗം മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം, അതിൻ്റെ 5-ാം അധ്യായത്തിൻ്റെ 21 മുതൽ 24 വരെയുള്ള ഭാഗം, അത് കഴിഞ്ഞിട്ട് 35 മുതൽ 43 വരെയുള്ള ഭാഗം. ഈ ഭാഗത്തു നിന്നാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം 21 മുതൽ 24 വരെയും 35 മുതൽ 43 വരെയുമുള്ള ഭാഗത്തു നിന്നാണ് നമ്മളിന്ന് പഠിക്കുന്നത്. അപ്പം ഇതേ വേദഭാഗം തന്നെ ബൈബിളിൽ മറ്റ് അധ്യായങ്ങളിലുണ്ട്. അത് മത്തായിയുടെ സുവിശേഷം 9-ന്റെ 18, 23, 26 വരെ. അതിനുശേഷം ലൂക്കോസ് 8-ന്റെ 40 മുതൽ 42 വരെ, 40 മുതൽ 56 വരെ. ഇങ്ങനെയുള്ള ഭാഗങ്ങളിലൊക്കെ നമ്മൾ ഇതേ വേദഭാഗം തന്നെ, ഇതേ സംഭവം തന്നെ നമ്മൾ കാണുന്നുണ്ട്. അപ്പം ഈ പറഞ്ഞ വേദഭാഗങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? വായിക്കണം. അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ പേരൻസിൻ്റെ ഹെൽപ്പ് നിങ്ങൾക്ക് തേടാം. ചേച്ചിമാരോടും ചേട്ടന്മാരോടും പേരൻസിനോടും ഒക്കെ നമുക്ക് കൂട്ടുകാർക്ക് വായിച്ച് തരാനായിട്ട് അവരെ നമുക്ക് നമ്മുടെ സഹായത്തിന് വേണ്ടി അവരെ നമുക്ക് വിളിക്കാം. അപ്പം ഇപ്പം നമ്മൾ പഠിക്കാൻ പോകുന്ന ഈ പാഠഭാഗങ്ങൾ വായിച്ചു കഴിയുമ്പോൾ ഇന്ന് നമ്മൾ പഠിക്കുന്ന സ്റ്റോറിയും നിങ്ങൾക്ക് കുറച്ചും കൂടെ നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇന്ന് നമ്മൾ പാഠത്തിന് വേണ്ടിയിട്ട് മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം 21 മുതൽ 24 വരെയും 35 മുതൽ 43 വരെയുള്ള ഭാഗത്ത് നമ്മൾ ഇന്ന് പഠിക്കാൻ പോവാം. അപ്പം ഇതിനകത്ത് പറയുന്ന കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ നേരത്തെ ഗദരദേശത്തെ ഭൂതഗ്രസ്തനെക്കുറിച്ച് പഠിച്ചായിരുന്നല്ലേ. അപ്പോൾ ഗദരദേശത്ത് ഒരു ഭൂതം ബാധിച്ചൊരു മനുഷ്യനുണ്ടായിരുന്നു. ആ മനുഷ്യനെ യേശു കർത്താവ് സൗഖ്യമാക്കി. അത് കഴിഞ്ഞിട്ട് ആ സംഭവമൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ വരുമ്പോൾ യേശു ഇക്കരെ നാട്ടിലെത്തി പടകിനകത്തിരിക്കുമ്പോൾ യേശുവിൻ്റെ അടുക്കലോട്ട് ഒരു ആൾ ഓടി വരുക. എന്താ സംഭവം എന്ന് ചോദിച്ചാൽ, ഈ ആളിൻ്റെ പേര് യായിറോസ് എന്നാണ്. എന്താണ് പേര്? യായിറോസ്. ഈ ആളെന്ന് പറഞ്ഞാൽ പള്ളിപ്രമാണിയാണ്. അപ്പം നല്ലൊരു ദേശത്ത് നല്ലൊരു പദവിയുള്ള ആളാണ് ഈ യായിറോസ്. ഈ യായിറോസ് യേശുവിൻ്റെ അടുക്കിലേക്ക് ഓടി വരിക. കൂട്ടത്തിൽ യായിറോസിൻ്റെ കൂടെ വേറെ ചില ആളുകളും ഒക്കെ ഉണ്ട്. അപ്പം യായിറോസ് യേശുവിൻ്റെ അടുക്കലേക്ക് ഓടി വന്നിട്ട് യേശുവിനെ കണ്ടപ്പോൾ പെട്ടെന്ന് സങ്കടപ്പെട്ട് യേശുവിൻ്റെ കാൽക്കലോട്ടങ്ങ് വീണു. എന്നിട്ട് പറഞ്ഞു, യേശുവേ, എൻ്റെ മോള്, യായിറോസിനൊരു കൊച്ചു മോളുണ്ട്. ആ മോളാണെങ്കിൽ അത്യാസന്ന നിലയിലെന്ന് പറഞ്ഞാൽ രോഗം വന്നിട്ട് അത് വളരെ കൂടുതലായി മരിച്ചു പോകുന്ന ഒരു അവസ്ഥയാണ്. മരിച്ചു പോകാറായി. അപ്പോൾ ഈ യായിറോസിൻ്റെ ഒരു വിശ്വാസമുണ്ട്. അപ്പോൾ നമ്മൾ പഠിക്കുമ്പോഴെല്ലാം പറഞ്ഞിട്ടുണ്ട്, യേശുവിൻ്റെ അടുക്ക് സൗഖ്യത്തിന് വേണ്ടി വരുന്നവർക്കെല്ലാം യേശുവിലൊരു വിശ്വാസം ഉണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ യായിറോസിനും ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. അപ്പോൾ യായിറോസ് ഓടി വന്നിട്ട് യേശു കർത്താവിൻ്റെ കാൽക്കൽ വീണിട്ട് തൻ്റെ മോക്ക് വേണ്ടി അപേക്ഷിക്കുക. തൻ്റെ മോക്ക് വളരെ അസുഖം കൂടുതലാണ്, അവളെ വന്ന് സൗഖ്യപ്പെടുത്തണമെന്ന് യേശു കർത്താവിനോട് പറയുക. അപ്പോൾ യേശു കർത്താവ് അത് കേട്ടിട്ട് എന്ത് ചെയ്തു? വളരെ മനസ്സലിവും മറ്റുള്ളവരുടെ സങ്കടം കാണുമ്പോൾ അവരെ സങ്കടത്തിൽ അവരെ ആശ്വസിപ്പിക്കാനൊക്കെ മനസ്സുള്ള നല്ലൊരാളാണ് യേശു കർത്താവ്. യേശു കർത്താവ് എന്ത് ചെയ്തു? മോളെ സൗഖ്യമാക്കാൻ വേണ്ടി യായിറോസിൻ്റെ കൂടെ അങ്ങനെ നടന്നു പോയി. കുറേ ദൂരം അന്നൊക്കെ നമുക്ക് വണ്ടിയൊന്നും ഇല്ലല്ലോ. ഇപ്പം നമ്മളെല്ലാം എവിടെ പോയാലും വണ്ടിയിലല്ലേ പോകുന്നത്.
അന്നെല്ലാം നടന്നായിരുന്നു. അതൊക്കെ നമുക്കറിയാം, നമ്മളിങ്ങനെ പടങ്ങളിലൊക്കെ അത് പഠിച്ചിട്ടുണ്ട്. അപ്പം യേശു കർത്താവും യേശു കർത്താവിൻ്റെ ശിഷ്യന്മാരും യായിറോസിൻ്റെ കൂടെ വന്നവരും ഒക്കെ കൂടെ യായിറോസിൻ്റെ വീട്ടിലേക്ക് ഇങ്ങനെ നടന്നു പോവാം. എന്തിനാ പോകുന്നത്? യായിറോസിൻ്റെ വീട്ടിലോട്ട് പോകുന്നത് എന്തിനാ? യായിറോസിൻ്റെ മോളെ വയ്യാതിരിക്കുക, യായിറോസിൻ്റെ മോളെ സൗഖ്യപ്പെടുത്താൻ വേണ്ടി യേശു കർത്താവ് യായിറോസിൻ്റെ വീട്ടിലോട്ട് നടന്നു പോവാം. അങ്ങനെ പോകുന്ന വഴിക്ക് വേറെ ഒരു സംഭവം ഉണ്ടായി. അങ്ങോട്ട് പോകുന്ന വഴിക്ക് ഒരു വയ്യാത്തൊരു ആൻറ്റി, കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിച്ചായിരുന്നു, രക്തസ്രാവക്കാരിയുടെ പിന്നെ യേശു കർത്താവ് രോഗസൗഖ്യമാക്കി എന്നല്ലേ. അപ്പം ഈ സംഭവം ഈ യായിറോസിൻ്റെ വീട്ടിലോട്ട് യേശു കർത്താവ് നടന്നു പോകുന്ന വഴിയിൽ വെച്ചാണ് ഇത് സംഭവിക്കുന്നത്. അപ്പോൾ ഈ സംഭവം അവിടെ നടന്നു, നമ്മൾ കഴിഞ്ഞ ആഴ്ച പഠിച്ച സംഭവം. അതിന് ശേഷം ഈ യായിറോസിൻ്റെ ഇത് കഴിഞ്ഞിട്ട് വീണ്ടും ഈ സംഭവം അവിടെ കഴിഞ്ഞു. രക്തസ്രാവക്കാരി സൗഖ്യമായി, താൻ വീട്ടിലേക്ക് പോയി. അതിനുശേഷം വീണ്ടും യായിറോസിൻ്റെ വീട്ടിലേക്കുള്ള യാത്രയിലാണ് യേശു കർത്താവും ശിഷ്യന്മാരും യായിറോസിൻ്റെ കൂടെ വന്നവരും. ഇങ്ങനെ നടന്നു പോകുമ്പോൾ യായിറോസിൻ്റെ വീട്ടിൽ നിന്ന് ഒരു 3-4 പേര് ഇങ്ങോട്ട് വന്നു. യായിറോസിൻ്റെ വീട്ടിൽ ഭയങ്കരമായ സങ്കടം ആണ്. കാര്യം, മോള് മരിക്കാറായി, യായിറോസിൻ്റെ മോള് മരിക്കാറായി. അപ്പം യായിറോസിൻ്റെ വീട്ടിൽ ഭയങ്കര വിഷമമാണ്. കുഞ്ഞ് മരിച്ചു പോയാൽ ആകെ ഒരു മോളേ ഉള്ളൂ യായിറോസിന്. ആ മോൾക്ക് 12 വയസ്സുമുണ്ട്. അപ്പം ആകെ 12 വയസ്സ് മാത്രം പ്രായമുള്ള ഒരേ ഒരു മോളാണ് യായിറോസിനുള്ളത്. വളരെ ക്ഷീണിതയായിട്ട് മരിക്കാറായ അവസ്ഥയിലാണ്. അപ്പം യേശു കർത്താവിനെ വിളിച്ചുകൊണ്ട് വീട്ടിലോട്ട് പോകുമ്പോൾ യേശു കർത്താവിൻ്റെ കൂടെ യായിറോസും ഇങ്ങനെ നടന്ന് പോവാം. ഈ സമയത്ത് യായിറോസിൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് ആൾക്കാർ വന്ന് പറഞ്ഞു, യായിറോസിനോട് പറയുക, ഇനി നീ യേശുവിനെ, അതായത് ഗുരുവിനെ അസഹ്യപ്പെടുത്തണ്ട. ഇനി നീ യേശു കർത്താവിനോട് വീട്ടിലോട്ട് വാന്ന് നിർബന്ധിക്കൊന്നും വേണ്ട. ഇനി ആ വിഷയം നീ വിട്ടേര്. നിൻ്റെ മോളെന്ത് ചെയ്തു? മരിച്ചുപോയി. അയ്യോ, നമ്മളാണ് എന്ത് ചെയ്യും? നമ്മുടെ പേരൻസൊക്കെയാണ് നമുക്കൊരു വയ്യാഴിക വന്നാൽ, ഇപ്പം കൂട്ടുകാരുടെയൊക്കെ പേരൻസ്, നമുക്കൊക്കെ കൂട്ടുകാർക്കൊക്കെ എന്തെങ്കിലും ഒരു വയ്യാഴികയൊക്കെ വന്നാൽ എന്ത് സങ്കടമായിരിക്കും. അതുപോലെ ഈ യായിറോസും ഒരു പേരൻ്റല്ലേ. യായിറോസിന് ഭയങ്കര സങ്കടമായിപ്പോയി. മരിച്ചുപോയി എന്ന് ആൾക്കാർ വന്ന് പറഞ്ഞു, നിൻ്റെ മോളെന്ത് ചെയ്തു? മരിച്ചുപോയി. ഇനി നീ ഗുരുവിനെ ഒന്നും അസഹ്യപ്പെടുത്തണ്ട, നീ പൊക്കോ, നിൻ്റെ വീട്ടിൽ നിൻ്റെ മോള് മരിച്ചുപോയി. അങ്ങനെ യായിറോസ് പെട്ടെന്ന് അത് കേട്ടപ്പം എന്തായാലും ഒന്ന് പേടിച്ചു പോയി കാണും, ഒരു വിഷമം ഉണ്ടായി കാണും. പക്ഷേ യേശു അത് കേട്ടു. ഈ യായിറോസിനോട് ഇവരിങ്ങനെ പറയുന്നത് യേശു കർത്താവ് കേട്ട്. യേശു കർത്താവിന് അറിയാം യായിറോസിൻ്റെ മനസ്സിന് വേദന ഉണ്ടാവുമെന്ന്, അല്ലേ? സ്വന്തം മോള് മരിച്ചു പോയി എന്ന് വേറെ ആൾ വന്ന് പറയുമ്പോൾ, അയ്യോ എൻ്റെ മോള് മരിച്ചു പോയോ എന്നോർത്ത് സങ്കടപ്പെടും എന്ന് യേശു കർത്താവിനറിയാം. യേശു കർത്താവ് പെട്ടെന്ന് യായിറോസിനെ നോക്കിയിട്ട് പറയുക, യായിറോസിനോട് പറഞ്ഞു, നീ എന്ത് ചെയ്യണം? വിശ്വസിക്കുക മാത്രം ചെയ്യുക, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. എന്ന് വെച്ചാൽ നീ പേടിക്കൊന്നും വേണ്ട, നിൻ്റെ മോള് മരിച്ചിട്ടൊന്നുമില്ല എന്ന് നീ അങ്ങ് വിശ്വസിച്ചാൽ മതി. അപ്പം മരിച്ചു പോയി എന്ന് അവർ പറഞ്ഞെങ്കിലും നീ അതൊന്നും ഓർത്ത് പേടിക്കണ്ട, നീ വിശ്വസിച്ചാൽ മാത്രം മതിയെന്ന് യേശു കർത്താവ് യായിറോസിനോട് പറയാം. അപ്പം യായിറോസിന് നല്ല സന്തോഷം തോന്നി. യായിറോസ് അപ്പം പിന്നെ യേശു കർത്താവിൻ്റെ വാക്കാണ് കേട്ടത്. നമ്മളൊക്കെ ആണെങ്കിൽ ആരെങ്കിലും നമ്മളോട് വന്ന് ഒരു വിഷമം ഉണ്ടായി അതിന് പ്രതികൂലമായിട്ടൊരു സംസാരമാണ് നമ്മളോട് വന്ന് സംസാരിക്കുന്ന, പെട്ടെന്ന് നമ്മളങ്ങ് ഡള്ളായിപ്പോയി. അയ്യോ, ഇങ്ങനെ സംഭവിച്ചു പോയോ എന്ന് പറയും. പക്ഷേ യഥാർത്ഥത്തിൽ വിശ്വാസമുള്ള ഒരാളാണെങ്കിൽ എന്തായിരിക്കും? നമ്മൾ കേട്ട വാഗ്ദത്തങ്ങളുണ്ടല്ലേ, നമ്മുടെ യേശു കർത്താവ് നമുക്ക് തന്നേക്കുന്ന വാഗ്ദത്തങ്ങളുണ്ടല്ലേ, ഞാൻ എപ്പോഴും നിൻ്റെ കൂടെ ഉണ്ടെന്നൊക്കെ യേശു കർത്താവ് നമ്മളോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ ഓർക്കാറുണ്ട്. നമ്മൾ മനപ്പാടമൊക്കെ പഠിച്ചപ്പോൾ ഒത്തിരി നല്ല നല്ല വാക്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഈ വാക്യങ്ങളൊക്കെ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ, വളരെ വിഷമപ്പെടുന്ന സാഹചര്യങ്ങളിലൊക്കെ നമുക്ക് ആ വാക്യങ്ങളൊക്കെ മനസ്സിലോർത്ത് യേശുവിന് നന്ദി പറയാൻ പറ്റും. അപ്പം നമുക്ക് എന്ത് ചെയ്യും? വിടുതൽ വരും. അപ്പം നമ്മൾ കഴിഞ്ഞ ആഴ്ച ഒരു വാക്യം പഠിച്ചായിരുന്നു, പിന്നെ മകളെ, നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന്. അപ്പം ഈ വിശ്വാസമുള്ളവരെ ദൈവം രക്ഷിക്കും, അല്ലേ? അപ്പം ഈ യായിറോസിനും അപ്പം നമ്മളിപ്പോൾ ഒന്ന് ഓർത്ത് നോക്കിയേ, ആ വാക്യം ഒന്ന് ഓർത്ത് നോക്കിയേ, മകളെ, നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം വന്നാൽ നമുക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ ദൈവം നമ്മളെ അതിനകത്തുനിന്ന് രക്ഷിക്കും, നമുക്ക് അതിനകത്തുനിന്ന് ഒരു മോചനം കിട്ടും എന്നല്ലേ. അപ്പം അതുപോലെ തന്നെ യായിറോസിനോട് യേശു കർത്താവ് പറയാ, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക എന്ന്. അപ്പോൾ യായിറോസിന് തൻ്റെ മോള് മരിച്ചു പോയി എന്നുള്ള ആ സങ്കടമൊക്കെ പെട്ടെന്ന് അങ്ങ് മാറി. യേശുവിൻ്റെ വാക്ക് യായിറോസ് അങ്ങ് ഉൾക്കൊണ്ടു. എന്താ വെച്ചാൽ യേശുവിൻ്റെ വാക്കിനെ യായിറോസ് അങ്ങ് സ്വീകരിച്ചു, അല്ലേ? അപ്പോൾ യായിറോസ് എന്ത് ചെയ്തു? യേശുവിൻ്റെ കൂടെ വീണ്ടും നടന്നു. അങ്ങനെ യായിറോസിൻ്റെ വീട്ടിലെത്തിയപ്പോൾ എന്താ, അവിടെ ഭയങ്കര കരച്ചിൽ. യായിറോസിന് ആകെ ഒരു മോളെ ഉണ്ടായിരുന്നുള്ളൂ. ആ മോൾക്ക് 12 വയസ്സുണ്ടായിരുന്നു. യായിറോസിൻ്റെ ഭാര്യയെയും
യായിറോസിൻ്റെ വീട്ടിലുള്ള യായിറോസിൻ്റെ അമ്മയുണ്ടായിരിക്കും, അപ്പനുണ്ടായിരിക്കും, സഹോദരങ്ങളുണ്ടായിരിക്കും, അവരെല്ലാവരും ഉണ്ട്, ബന്ധുക്കളും അല്ലാതെ അയൽവക്കത്തുള്ളവരും ഒക്കെ ഉണ്ട്. ഒരു കൊച്ചുമോളല്ലേ മരിച്ചു പോയത്. അപ്പോൾ എല്ലാവരും ഭയങ്കര സങ്കടപ്പെട്ട് എല്ലാവരും കരച്ചിലും ബഹളവും, കുഞ്ഞു മരിച്ചു പോയല്ലോ എന്ന് ഓർത്ത് എല്ലാവരും ഭയങ്കര സങ്കടവും കരച്ചിലും ഒക്കെ. യേശു കർത്താവ് യായിറോസും എല്ലാം കൂടെ അങ്ങോട്ട് ചെന്നപ്പം യേശു കർത്താവ് പറഞ്ഞു, ഈ കരയുന്നവരോടൊക്കെ പറഞ്ഞു, നിങ്ങളൊന്നും കരയാതിരിക്കെ, ഈ കുഞ്ഞു മരിച്ചിട്ടില്ല, ഇവളെന്താ ചെയ്യുന്നേ, ഇവൾ ഉറങ്ങിക്കിടക്കുക, ഇവൾ മരിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആൾക്കാരൊക്കെ യേശു കർത്താവിനെ അങ്ങ് പരിഹസിക്കാൻ തുടങ്ങി. ചില ആൾക്കാരുണ്ട്, അവർ അയ്യോ ഇതെന്തോ ഈ പറയുന്നത്, മരിച്ചു പോയ ഒരാൾ ഇവിടെ മരിച്ചു കിടക്കുമ്പോൾ ഇത് മരിച്ചിട്ടില്ല, ഉറങ്ങുവാന്ന് പറയുന്നു, ഇങ്ങനെ എന്തുവാ ഈ പറയുന്നത്, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുമാതിരി പരിഹസിക്കാൻ തുടങ്ങി യേശു കർത്താവിനെ. പക്ഷേ യേശു കർത്താവ് അതൊന്നും കാര്യമാക്കിയില്ല. യേശു കർത്താവിനെ അറിയാം മോള് മരിച്ചിട്ടില്ല, മോൾ ഉറങ്ങുവാണെന്ന്. അപ്പോൾ യേശു കർത്താവ് പറഞ്ഞു, ഈ കരയുന്ന ആൾക്കാരോടും ഈ ബാക്കി ചുറ്റും കൂടി നിൽക്കുന്നവരോടും എല്ലാം പറഞ്ഞ്, നിങ്ങളെല്ലാം ഒന്ന് പുറത്തോട്ട് പോ, ഞാൻ മോള് ഉറങ്ങുവാണെന്ന് പറഞ്ഞു. എന്നിട്ട് ഈ ആൾക്കാരെല്ലാം അങ്ങോട്ട് പുറത്തോട്ടാക്കിയിട്ട് യേശു കർത്താവ് യായിറോസിനെയും യായിറോസിൻ്റെ ഭാര്യയെയും യേശു കർത്താവിൻ്റെ കൂടെ വന്ന ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ 3 പേരെ, ആരൊക്കെയായിരുന്നു, പത്രോസും യോഹന്നാനും യാക്കോബും, ഈ 3 പേരെയും കൂടെ ചേർത്ത് എന്തോ ചെയ്തു, അകത്ത് കയറി. അതായത് ഈ മോളുടെ ശവം കിടക്കുന്നിടത്ത് ചെന്നു. അപ്പം എല്ലാവരും യായിറോസിൻ്റെ മോള് മരിച്ചുപോയി, ആ ബോഡി ഒരു റൂമിനകത്ത് വെച്ചേക്കുക. അപ്പോൾ ഈ റൂമിനകത്തുള്ളവരെല്ലാം പുറത്താക്കിയിട്ട് യേശു കർത്താവും യായിറോസും യായിറോസിൻ്റെ ഭാര്യയും യേശുവിനോടൊപ്പം വന്ന ശിഷ്യന്മാരിൽ 3 പേരെ, പത്രോസിനെയും യോഹന്നാനെയും യാക്കോബിനെയും, ഈ 3 പേരെയും കൂടെ ചേർത്ത് യായിറോസ് ഈ മോളെ കിടത്തിയേക്കുന്ന റൂമിലോട്ട് കയറി. എന്നിട്ട് മോടെ കയ്യെ പിടിച്ചു, മരിച്ചു കിടക്കുന്ന മോള, ഈ മോടെ കയ്യിലോട്ട് പിടിച്ചിട്ട് തലീഥ കുമ്മി, അങ്ങനെ ഒരു വാക്ക് പറഞ്ഞു. തലീഥ കുമ്മി, തലീഥ കുമ്മി. ഓർത്തിരുന്നോണം ഈ വാക്ക്. ഈ വാക്കിൻ്റെ അർത്ഥം എന്താണെന്നറിയാവോ? ബാലേ എഴുന്നേൽക്ക, ബാലേ എഴുന്നേൽക്ക. ബാലികയാണ്. ബാലകനും ഉണ്ട് ബാലികയുണ്ട്. ബോയ്സ് ആണെങ്കിൽ നമ്മൾ ബാലകൻ എന്ന് പറയും, ഗേൾസ് ആണെങ്കിൽ നമ്മൾ ബാലിക എന്ന് പറയും. അപ്പം ഇതൊരു ഗേളല്ലേ, അപ്പം ബാലേ എഴുന്നേൽക്ക, ആ അർത്ഥമാണ് തലീഥ കുമ്മി എന്ന വാക്കിന്. അപ്പോൾ യേശു കർത്താവ് മോളുടെ കയ്യെ പിടിച്ചിട്ട് തലീഥ കുമ്മി എന്ന് പറഞ്ഞു. അപ്പം എന്തോ ചെയ്തു, ഈ മോളങ്ങ് എഴുന്നേറ്റു. എന്തൊരു ശക്തിയായത് അല്ലേ? യേശു കർത്താവ് അങ്ങോട്ട് എഴുന്നേക്ക് മോളെ എന്ന് പറഞ്ഞപ്പോഴത്തേക്കിന് ഈ മോളങ്ങ് മരിച്ചു കിടന്നാടാ. മരിച്ചു പോയ മോള് യേശു കർത്താവ് എഴുന്നേക്കാൻ പറഞ്ഞപ്പോഴത്തേനങ്ങ് എഴുന്നേറ്റിട്ട് നടന്നു, പതുക്കെ നടന്നു. അപ്പോൾ ഇവിടെ നിന്നും യേശു കർത്താവിനെ പരിഹസിച്ചോരും എല്ലാം അന്തം വിട്ടുപോയി. ഇത് ഭയങ്കരമായിപ്പോയല്ലോ, യേശു കർത്താവ് കണ്ടാ പറഞ്ഞപ്പോഴത്തേക്കിന് കണ്ടാ മരിച്ചുപോയി കിടന്ന ആള് മരിച്ചു കണ്ട മരണമായി. എല്ലാവരും കരഞ്ഞു ബഹളം വെച്ചു, അയ്യോ എൻ്റെ മോള് മരിച്ചു പോയെന്നൊക്കെ പറഞ്ഞ് എല്ലാവരും ബഹളം വെച്ചിട്ട് ഇപ്പം തണ്ട ആ മോൾ എഴുന്നേറ്റ് നടക്കുന്നു. അത്ഭുതം തോന്നി അല്ലേ? നമുക്ക് അത്ഭുതം തോന്നത്തില്ലേ അങ്ങനെ കണ്ട? അപ്പം യേശു കർത്താവിൻ്റെ വാക്കിനാൽ അത്ഭുതങ്ങൾ സംഭവിക്കുന്നുണ്ട് അല്ലേ? ഇപ്പോഴും സംഭവിക്കും. ഇപ്പോഴും നമ്മുടെ വിശ്വാസത്തിൽ നമ്മൾ വളരെ സ്ട്രോങ് ആയിട്ടാണ് നിൽക്കുന്നതെങ്കിൽ യേശു കർത്താവ് നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യും. അപ്പം ഈ തലിത കുമ്മി എന്നുള്ള വാക്ക് യേശു കർത്താവ് പറഞ്ഞപ്പോൾ ഈ ബാലിക എഴുന്നേറ്റ് നിന്നു, സംസാരിച്ചു, അവൾ നടന്നു, പിന്നെന്ത് ചെയ്തു, അവൾക്ക് ആഹാരം കൊടുത്തു. നാട്ടിലൊക്കെ അങ്ങ് പാട്ടായി, യേശു മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നു. അങ്ങനെ യേശുവിൻ്റെ മഹത്വം എല്ലാവരും കൊണ്ടാടി. അപ്പം നമ്മൾ നേരത്തെ ഒരു പാഠത്തിൽ ഇങ്ങനെ പഠിച്ചു, നയനിലെ വിധവയുടെ പാഠത്തിലല്ലേ? നയനിലെ വിധവയുടെ പാഠത്തിൽ നയന പട്ടണത്തിലോട്ട് യേശു കർത്താവ് ചെന്നപ്പോൾ അവിടെ ഒരു വിധവയുടെ മോൻ മരിച്ചു പോയിട്ട് ആ ആളെയും കൊണ്ട് കൊണ്ടുവരാതെ മഞ്ചം തൊട്ടു, ചുമക്കുന്നവർ നിന്ന്. അങ്ങനെ ആ മോനെ എഴുന്നേൽപ്പിച്ചില്ലേ? ബാല്യക്കാരെ എഴുന്നേൽക്കാൻ പറഞ്ഞപ്പോഴത്തേക്കിന് ആ മോനെ എഴുന്നേറ്റില്ലേ? അതുപോലെ തന്നെ ഇവിടെയും മരിച്ചുപോയ ഒരു കൊച്ചുമോളെ യേശു കർത്താവ് ഉയർത്തെഴുന്നേൽപ്പിച്ചു. അപ്പം എല്ലാവർക്കും മനസ്സിലായില്ലേ ഈ പാഠം എന്താണെന്ന്? പിന്നെ ഈ പാഠഭാഗം കൂടെ വായിക്കുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാകും. അപ്പം നമുക്ക് ഇതിനകത്തുനിന്ന് ചില ചോദ്യങ്ങൾ ചോദിക്കാം. ആദ്യം നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കുക, അതിനുശേഷം നമ്മൾ മനഃപ്പാഠം പഠിക്കും. അപ്പം ഒന്നാമത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ തലീഥ കുമ്മി എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? തലീഥ കുമ്മി, മോളുടെ ബോഡിയുടെ അടുത്ത് പോയിട്ട് യേശു കർത്താവ് മോളോട് പറഞ്ഞു തലീഥ കുമ്മി എന്ന്. അപ്പോൾ ഈ തലീഥ കുമ്മി എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം എന്താണെന്നാണ് ഒന്നാമത്തെ ചോദ്യം. ആ ചോദ്യത്തിൻ്റെ ഉത്തരം ബാലേ എഴുന്നേൽക്ക, ബാലേ എഴുന്നേൽക്ക. രണ്ടാമത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ യായിറോസിൻ്റെ മകൾക്ക് എത്ര വയസ്സുണ്ടായിരുന്നു? എത്ര വയസ്സുള്ള മോളായിരുന്നു യായിറോസിൻ്റെ മോള്? നമ്മൾ പറഞ്ഞില്ലേ യായിറോസിന് ഒരു മോളെ ഉണ്ടായിരുന്നുള്ളൂ. ആ മോൾക്ക് എത്ര വയസ്സുണ്ടായിരുന്നെന്നാണ് പറഞ്ഞേ? 12 വയസ്സ്. യായിറോസിൻ്റെ മോൾക്ക് 12 വയസ്സുണ്ടായിരുന്നു. ഇനി അടുത്ത ചോദ്യം, യായിറോസ് ആരായിരുന്നു? അപ്പം നമ്മളത് ആദ്യം പഠിച്ചതാണ്. യായിറോസ് യേശു കർത്താവിൻ്റെ അടുക്കൽ വന്നു, യേശു കർത്താവിൻ്റെ കാൽക്കൽ വീണു. ഈ യായിറോസ് ആരായിരുന്നു?
ഈ യായിറോസ് ഒരു പള്ളിപ്രമാണിയായിരുന്നു. ദേശത്ത് വലിയ സ്ഥാനമൊക്കെ ഉള്ള ആളായിരുന്നു അല്ലേ. അപ്പോൾ യായിറോസ് ആരായിരുന്നു എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം യായിറോസ് ഒരു പള്ളിപ്രമാണിയായിരുന്നു. ഇനി നമുക്ക് വാക്യം പഠിക്കാം. ഈ പാഠത്തിൽ നമ്മളൊരു മനപ്പാഠം പഠിക്കുന്നതെന്ന് വെച്ചാൽ മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം. നമ്മളിപ്പോൾ പാഠഭാഗവും അതേ മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ നിന്നാണ് നമ്മൾ പഠിച്ചേക്കുന്നത്. അപ്പം അതേ പാഠഭാഗത്തു നിന്ന് തന്നെ നമുക്കൊരു ചെറിയ വാക്യം പഠിക്കാം. അപ്പം മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം 36-ാമത്തെ വാക്യമാണ് നമ്മളിന്ന് പഠിക്കുന്നത്. 36-ാമത്തെ വാക്യത്തിൻ്റെ ആ ഫസ്റ്റ് പാർട്ട് മാത്രമേ നമ്മൾ പഠിക്കുന്നുള്ളൂ. ചെറിയ വാക്യമാണ് നമ്മൾ പഠിക്കുന്നത്. അതായത് നിങ്ങൾ കുഞ്ഞുങ്ങളായതുകൊണ്ട് നമ്മൾ കുഞ്ഞു വാക്യമാണ് പഠിക്കുന്നത്. അപ്പം മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം 36-ാമത്തെ വാക്യത്തിൽ ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. ഒന്ന് പറഞ്ഞാൽ എല്ലാവരും ചേർന്ന് പറയണം, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. അപ്പം ഈ വാക്യത്തിനകത്ത് നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ നമ്മൾ പേടിക്കൊന്നും വേണ്ട. എന്ത് ചെയ്യണം? നമ്മൾ യേശു കർത്താവിൽ അങ്ങ് വിശ്വസിച്ചാൽ മതി അല്ലേ. നമ്മുടെ വിശ്വാസത്തോട് നമ്മൾ യേശു കർത്താവിനോട് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രശ്നങ്ങൾക്കും നമ്മുടെ രോഗങ്ങൾക്കും നമ്മുടെ എന്ത് വിഷയങ്ങൾക്കാണെങ്കിലും അവിടെ എന്തുണ്ട്? പരിഹാരമുണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യും? യേശുവിൽ എന്ത് ചെയ്യും? നന്നായിട്ട് വിശ്വസിക്കും. വിശ്വസിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? വാക്യം പഠിക്കണം, ദൈവവചനം വായിക്കണം. വായിക്കുമ്പം ദൈവവചനത്തിൽ നിന്ന് യേശു കർത്താവ് ചെയ്ത അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശുശ്രൂഷകളും മരിച്ചവരെ ഉയർപ്പിച്ചതും ഭൂതത്തെ പുറത്താക്കിയതും ഒക്കെ നമ്മൾ പഠിക്കും. ഇതൊക്കെ പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? വിശ്വാസം നമുക്ക് വർദ്ധിക്കും അല്ലേ. അപ്പോൾ അതോടുകൂടി അങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് വിശ്വാസത്തിൽ ഉറയ്ക്കാൻ പറ്റും. അപ്പം നമ്മുടെ ആവശ്യങ്ങൾക്കൊക്കെ ദൈവം മറുപടി നൽകുകയും നമ്മുടെ പ്രാർത്ഥനകളെ കേൾക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ യേശു കർത്താവിനെ വിശ്വസിക്കാൻ പറ്റും. യായിറോസിനെ പോലെ നല്ല വിശ്വാസമുള്ളവരായിട്ട് നമുക്ക് വളരാം. അപ്പം നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ കൂട്ടുകാരും കണ്ണടച്ചേ. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. ദൈവമേ, ഞങ്ങൾക്ക് ദൈവവചനം പഠിക്കുവാൻ ദൈവം തന്ന അവസരത്തിനായി നന്ദി പറയുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാം ദൈവം അനുഗ്രഹിക്കണമേ. പഠിപ്പിക്കുന്നവരെയും പഠിക്കുന്നവരെയും ഒക്കെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവേ, ഈ പ്രത്യേക സാഹചര്യത്തിൽ കർത്താവെ, ഓൺലൈനായി ഞങ്ങൾ സൺഡേ സ്കൂൾ പഠിക്കുമ്പോൾ ദൈവത്തിൻ്റെ കൃപ ആമേൻ അവിടെ വ്യാപരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവകൃപ കൊണ്ട് എല്ലാവരെയും നിറയ്ക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി നന്ദി പറയുന്നു. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ. എല്ലാവരും ഉറക്കെ ആമേൻ പറഞ്ഞേ. ആമേൻ. ഇനി അടുത്ത ആഴ്ച നമുക്കൊരു പുതിയ പാഠം പഠിക്കാം. ബൈ.